സബ്ജക്ട് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സെൻസിറ്റീവ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള പേരൻസിന് ഒരു കൺസേൺ ആണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ത്രൂ അല്ലെങ്കിൽ മറ്റ് പിയർ ഗ്രൂപ്പ് ത്രൂ മറ്റ് പേരൻസ് വഴി അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ത്രൂ എല്ലാം കേൾക്കുന്ന ഒരു കൺസേൺ ആണ്. ഇതിനെ റിലേറ്റ് ചെയ്താണ് ഇന്നത്തെ സബ്ജക്ട് വരുന്നത്. സബ്ജക്ട് ഇതാണ്: കുഞ്ഞുങ്ങളെ കാർട്ടൂൺ കാണിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സ്ക്രീൻ ടൈം കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റ് TV പ്രോഗ്രാംസ് കാണിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ, അതോ ഇത് കാണിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ചെയ്യുമോ? ഇതിനെ റിലേറ്റ് ചെയ്താണ് വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ സംസാരിക്കുന്നത്. സോ എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് കേട്ടോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സീഡ്സ് ടോക്ക്. ബേസിക്കലി എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ് സംസാരിക്കുന്നത്. അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള എക്സ്പീരിയൻസ് വെച്ച് സംസാരിക്കാന്ന് വെച്ചു. സോ കുഞ്ഞുങ്ങൾക്ക് ഈ സ്ക്രീൻ ടൈം കൊടുക്കുന്നത് അല്ലെങ്കിൽ കാർട്ടൂൺ കാണിക്കുന്നത് ദോഷത്തേക്കാൾ കൂടുതൽ ഗുണങ്ങളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുന്നത് ഈ ഒരു സ്ക്രീൻ ടൈമിൽ കൂടെയാണെന്ന് എനിക്ക് പലവട്ടമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ കുഞ്ഞുങ്ങൾ കൂടുതലും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നില്ല. മോസ്റ്റ് ഓഫ് ദ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു ടോട്ടൽ സ്റ്റേജിൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വീടുകളിലും റൂമുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ ആയിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ UAE ബേസ്ഡ് ആണ്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ ടോട്ടലേഴ്സ് നഴ്സറിയിലും ഡേ കെയറിലും ഒക്കെ വിടുന്ന കുഞ്ഞുങ്ങളുണ്ട്. അല്ലാതെ അതിന് മുമ്പുള്ള സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വീടുകളിൽ തന്നെയാണ്. അവരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി പലവിധമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആക്കുന്നുണ്ടേ പോലും അവരെ കൂടുതലും ഈ TV പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കുഞ്ഞ് എലീസ, അവൾക്ക് 2 years ആകുന്നു. അപ്പം അവൾക്ക് ഞങ്ങൾ പേരൻസ് എന്ന